ഭക്ഷണമൊക്കെ വളരെ നന്നായിരിക്കണം. അതിഥികളുടെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാകണം. പിന്നെ ഒരു ഭക്ഷണവും രുചിയില്ലാതിരിക്കാൻ പാടില്ല. നമ്മുടെ ജ്യോതിയുടെ വിവാഹമല്ലേ? സുജാമൽ, എന്നോടൊപ്പം വരൂ. നീ എന്തിനാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്തത്? നമ്മുടെ സഹോദരി ജ്യോതിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട്. ലജ്ജ തോന്നുന്നില്ലേ നിനക്ക്? ഇങ്ങനെ ഒരു കാര്യം സ്വന്തം നാവിൽ നിന്ന് ഉച്ചരിക്കാൻ എന്തെല്ലാം അനർത്ഥങ്ങൾ ചെയ്യാമോ? നീ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. നീ കാരണമാണ് നാം ഈ അവസ്ഥയിലായത്. നമ്മുടെ ജ്യോത സൂര്യഭാൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ജ്യോതിയുടെ പല്ലക്ക് ബാർമൽ ഒരിക്കലും സഹിക്കുകയില്ല. ജ്യോതിക്ക് ഇഷ്ടപ്പെടുകയുമില്ല. അമീറിന്റെ വിശ്വാസ വഞ്ചകൻ, ദ്രോഹി ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. പോകൂ ഇവിടെ നിന്നും. മുത്തശ്ശി, നാം നിന്റെ മുത്തശ്ശി അല്ല. നീയുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. അപരാധം ആര് ചെയ്തോ? ആര് സ്വന്തം സഹോദരിയുടെ സന്തോഷം ഇല്ലാതാക്കിയോ? അയാളുമായി എന്തിനാണ് ബന്ധം സ്ഥാപിക്കുന്നത്? നാം സമ്മതിക്കുന്നു, അമീറിലെ രജപുത്രന്മാർക്ക് നാം വലിയ അപരാധി തന്നെയാണ്. എന്നാൽ നാം എത്രമാത്രം വേദനിക്കുന്നുവെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഒരു സഹോദരൻ സ്വന്തം അനുജത്തിയുടെ ഭാവി വരന്റെ മരണം മുന്നിൽ കാണുക. ഒരു ജ്യേഷ്ഠൻ സ്വന്തം അനുജത്തിക്ക് നൽകിയ വാക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക. ആ വാക്ക് അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് നൽകാമെന്ന്, എപ്പോഴും അവളെ രക്ഷിക്കാമെന്ന്, അവളുടെ വിവാഹത്തിൽ മുമ്പിൽ നിൽക്കാമെന്ന്. അവൾ യാത്രയാകുമ്പോൾ ആ വേദന പങ്കിടാമെന്ന്, പിന്നെ അവളുടെ പല്ലക്ക് തോളിലേറ്റാമെന്ന്. പക്ഷെ നമുക്ക് ആ വാക്കുകളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു ജ്യേഷ്ഠന് ക്ഷമ ചോദിക്കാൻ യാതൊരു അവകാശവുമില്ല. അത് സഹോദരിയിൽ നിന്നായാലും സ്വന്തം മുത്തശ്ശിയിൽ നിന്നായാലും. പക്ഷെ ഒരു ജ്യേഷ്ഠൻ അവിടുത്തെ മുമ്പിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് അയാളുടെ അനുജത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. മാതാശ്രീ, അല്ല, അത് മേനാവതി നിന്നെ കാണുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. വൈകണ്ട, പൊയ്ക്കോളൂ. ചേച്ചി, എനിക്ക് നന്നായി അറിയാം പ്രണയത്തെക്കുറിച്ച്. എന്താണോ അവിടുന്ന് ഞാനും സ്വപ്നം കണ്ടത്, അത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവിടുന്ന് പണ്ട് സ്വപ്നം കണ്ടതുപോലെ ഒരു വിവാഹമേ അല്ല ഇത്. അവിടുന്ന് ആഗ്രഹിച്ചിരുന്ന് അവിടുത്തെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുന്ന ഒരു വിവാഹമേ അല്ല ഇത്. എന്നാൽ ചേച്ചി, അവിടുത്തെ ഈ അനുജത്തി കഴിയുന്നത്ര പരിശ്രമിക്കുന്നതാണ് അവിടുത്തെ മുഖത്തെ ആ പഴയ പുഞ്ചിരി കൊണ്ടുവരുന്നതിനായി. അവിടത്തേക്ക് ഈ അവസരത്തിൽ സാധിക്കുന്നത്ര സന്തോഷം നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും ചേച്ചിക്ക് അർഹതയുള്ള അത്രയും തന്നെ. ഓർമ്മയുണ്ടോ ചേച്ചി, കുട്ടിക്കാലത്ത് പാവകളുടെ വിവാഹം നമ്മൾ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നതെന്ന്? ചേച്ചി, അവിടുത്തെ ആ മുഖത്ത് പുഞ്ചിരി കാണാനാണ് ഏറ്റവും ഭംഗി, കണ്ണുനീർ കാണാനല്ല. അത് തുടച്ചു കളയൂ. വിവാഹത്തിന്റെ സമയത്ത് പെൺകുട്ടികളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ അവൾക്കൊരു ആഭരണമാണ്. മനസ്സിലായോ? ആട്ടവും പാട്ടും തുടങ്ങോ? നിന്റെ ചേച്ചിയുടെ വിവാഹമാ. തീർച്ചയായും മുത്തശ്ശി.
മനസ്സിൽ ഇത്രയധികം വേദന സഹിച്ചുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് വീരയായ പെൺകുട്ടിയുടെ ലക്ഷണമാണ് ജ്യോത. എല്ലാ പെൺകുട്ടികളും ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നത് കരഞ്ഞുകൊണ്ടാണ്. പക്ഷെ നീ കരയിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾക്കെല്ലാം ഒരു മാതൃകയും കൂടിയാകുന്നു നീ. എല്ലാവരും പോകൂ. നീ ഭയക്കാതിരിക്കൂ ജ്യോത. സന്തു, രേവ, അങ്ങനെ ധാരാളം ദാസിമാര് നിന്റെ ഒപ്പം വരും. ആരൊക്കെ ഉണ്ടായാലും അമ്മ അവിടെ ഉണ്ടാകില്ലല്ലോ. പിതാശ്രീ, ജ്യേഷ്ഠൻ, സുകന്യ, ശിവാനി, മുത്തശ്ശി ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാകില്ലല്ലോ. ആരാ പറഞ്ഞത് ഞങ്ങൾ ആരും ഉണ്ടാകില്ലെന്ന്? ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ നിന്റെ കൂടെ. ഇത് നോക്കൂ, ഇത് നിന്റെ അനുജത്തിമാര് നിനക്ക് നൽകിയ സമ്മാനമാണ്. ഇതെനിക്ക് വേണം. ജ്യോത, ഈ വളകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാനാണ് മുതിർന്നവൾ, അപ്പോൾ എനിക്കാണ് അധികാരം കൂടുതൽ. വളകൾ ഇഷ്ടപ്പെട്ടത് എനിക്കും, അത് സ്വന്തമാക്കുന്നത് ജ്യോതി. അതൊന്നും സാരമില്ലെന്നേ. നിന്റെ ഓർമ്മയ്ക്ക് ഈ വളകൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. ഞാൻ രാഖി കെട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ അവസരമാണ്. പറയൂ, എന്താ എനിക്ക് സമ്മാനമായി നൽകുക? ഇത് ഞങ്ങളെല്ലാവരുടെയും വകയാണ്. കഠാരയോ? ഇതെന്ത് സമ്മാനമാണ് ജ്യേഷ്ഠ? ഈ കഠാര എപ്പോഴും നിന്നെ രക്ഷിക്കും ജ്യോത. നിനക്കുള്ള സുരക്ഷയുടെ അടയാളമാണ് ഈ കഠാര. പിന്നെ ഇത് മുത്തശ്ശി തന്നതാ. നാം ജയിച്ചു മുത്തശ്ശി. നാം മുത്തശ്ശിയെ തോൽപ്പിച്ചു. ഇപ്പൊ നിയമം അനുസരിച്ച് നമുക്ക് തരേണ്ടത് തന്നോളൂ. എന്റെ ഭഗവാനെ, ഇതിൽ നിന്നോട് ജയിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഇതെല്ലാം നിന്റേതായി. ഇത് പിന്നെ നിനക്ക് ഓർമ്മ പോലും ഉണ്ടാകില്ലല്ലോ ജ്യോത. നിന്റെ അച്ഛൻ നിന്റെ ആദ്യ ജന്മദിനത്തിന് സമ്മാനമായി തന്നതാണ്. നീ ആദ്യമായി ധരിച്ച വസ്ത്രം ഇതാണ്.
അമ്മയുടെ സമ്മാനം എവിടെയാണ്? നാം ഇത് നോക്കൂ, നീ നമ്മുടെ തന്നെ പ്രതിബിംബമല്ലേ? പ്രതിബിംബം അതൊരിക്കലും ശരീരത്തിൽ നിന്ന് വേർപിരിയില്ല. നീ എപ്പോഴൊക്കെ ഇതിലേക്ക് നോക്കുമോ അപ്പോഴൊക്കെ നിനക്ക് നമ്മുടെ സാമീപ്യം അനുഭവപ്പെടും. രാത്രിയിൽ ഉറക്കം വരാതിരിക്കുമ്പോ നമ്മുടെ താരാട്ടുപാട്ട് കേൾക്കാനാകും. ശ്വാസം എടുക്കുമ്പോഴെല്ലാം നമ്മുടെ ഗന്ധമറിയാൻ നിനക്ക് സാധിക്കും. നീ എപ്പോഴും വിജയായിരിക്കും മകളെ. മകൾ ഗൃഹത്തിൽ നിന്നും പോകുമ്പോ ഓരോ തവണയും അവൾക്ക് എന്തെങ്കിലും അറിവ് നൽകിയിട്ടേ യാത്രയാക്കാവൂ. പക്ഷെ നമുക്ക് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ ഒന്നും തന്നെ അറിയില്ലല്ലോ പുത്രി. നമുക്ക് തന്നെ അറിയില്ല നാം എന്തുപദേശമാണ് നിനക്ക് നൽകേണ്ടതെന്ന്. സ്വന്തം അച്ഛൻ പറയുന്ന ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകണം. വിധി എന്നത് സ്വന്തം കർമ്മങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണെന്ന്. ഭാഗ്യം അവരെയാണ് തിരഞ്ഞെടുക്കുക. ഭാഗ്യത്തിൽ നിന്നും ഓടി ഒളിക്കുന്നവരെയല്ല, അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ. നീ നിന്റെ വിധിയെ സ്വീകരിക്കണം ജോധ. ഒന്ന് നീ തിരിച്ചറിയണം, വരാൻ പോകുന്ന ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. നീ അത് സാർത്ഥകമാക്കി തീർക്കണം. ചില വ്യക്തികൾ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നു. നിനക്ക് നിന്റെ ഭഗവാൻ കണ്ണൻ കർമ്മത്തിന്റെ മാർഗമാണ് തന്നിരിക്കുന്നത്. അതേ നിഷ്ഠയോടെ ഭർത്തൃവീട്ടിൽ സ്വന്തം കർമ്മം ചെയ്യുക. ഏത് നിഷ്ഠയോടെയാണോ നീ സ്വന്തം കൊട്ടാരത്തിൽ നിന്റെ കർമ്മങ്ങൾ ചെയ്തത്, അതുപോലെ നമ്മുടെ പുത്രി ജലാൽ, നിങ്ങളിവിടെ? നമുക്ക് സംഭവിച്ച അപമാനത്തിന് നാം നിന്നോട് പകരം ചോദിക്കും ജലാൽ. പ്രിയപ്പെട്ട ആദം ഖാന് അസ്ലം ഖാന്റെ സലാം. അങ്ങ് നമ്മെ വിളിച്ചോ? വളരെ അത്യാവശ്യമായ ഒരു ജോലിയുണ്ട്. പറഞ്ഞാലും ആരെയാണ് ഈ ദുനിയാവിൽ നിന്ന് പറഞ്ഞയക്കേണ്ടത്? നിങ്ങൾ ജലാലിനെ വധിക്കേണ്ടിയിരിക്കുന്നു. എന്താ ഈ പറയുന്നത് പ്രഭു? അദ്ദേഹം ഷേൻഷയാണ്, ഏതെങ്കിലും ഒരു സാധാരണ സൈനികനല്ല. വധിക്കുന്നത് പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്താനുള്ള അവസരം പോലും കിട്ടില്ല. അവസരങ്ങൾ ലഭിക്കുകയില്ല അസ്ലം, അവസരങ്ങൾ കണ്ടെത്തണം. നാം ശരിയായ ഒരു അവസരം നിനക്കായി കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ പ്രഭു, സൈനികരെല്ലാം വളഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരടിയെങ്കിലും മുമ്പോട്ട് പോവുക എന്നാൽ ആത്മഹത്യ എന്നാണ് അർത്ഥം. എന്നെ കൊണ്ട് സാധിക്കില്ല പ്രഭു. അഥവാ നീ ജലാലിനെ വധിച്ചില്ലെങ്കിൽ നാം നിന്റെ ബീവിയെയും കുഞ്ഞുങ്ങളെയും കൊല്ലും. തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ്. പക്ഷേ പ്രഭു, ഈ സൈനികരെ ഞാൻ എങ്ങനെയാണ് മറികടക്കേണ്ടത്? അതൊക്കെ നാം നോക്കിക്കൊള്ളാം. നാം നമ്മുടെ സൈനികരെ എന്തെങ്കിലും പറഞ്ഞു മാറ്റി നിർത്താം. നീ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ജലാലിന്റെ കിടപ്പറയിൽ കയറിയാൽ മതി. പിന്നെ ഒരു കാര്യം ഓർമ്മയുണ്ടാവണം, പോയ കാര്യം നടന്നില്ലെങ്കിൽ. മനസ്സിലായോ? ശരി പ്രഭു. എല്ലാവരും കേൾക്ക്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ശത്രുക്കളെ വിശ്വസിക്കാനാകില്ല. അവർ എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാം. ഈ സമയം ശത്രുക്കളുടെ ഭാഗത്തു നിന്നും എന്ത് നീക്കവും ഉണ്ടാകും.